ഹലോ എവരിവൺ, വെൽക്കം ടു പൾപിറ്റ്. സോ എല്ലാ വിദ്യാർത്ഥികളും HSST പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തീവ്രമായിട്ടുള്ള ഒരു പഠനത്തിലായിരിക്കും വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഏകദേശം ഒരു 2 ആഴ്ച മറ്റോ ആണ് ഇനി പരീക്ഷയ്ക്കായിട്ടുള്ളത്. സോ ഈ ഒരു അവസാനത്തെ ലാപ്പിൽ എല്ലാ വിദ്യാർത്ഥികളും ഇപ്പൊ ലാസ്റ്റ് ലാപ്പിന്റെ ഓട്ടത്തിലായിരിക്കുമല്ലോ. അപ്പൊ ഈ ഒരു അവസാനത്തെ ലാപ്പിൽ പ്രധാനപ്പെട്ട ഒരു 10 ഏരിയ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു സീരീസിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ റോഡ് ടു റാങ്ക് ലിസ്റ്റ്, പൾപിറ്റ് അവതരിപ്പിക്കുന്ന ഈ റോഡ് ടു റാങ്ക് ലിസ്റ്റിൽ എങ്ങനെ നിങ്ങൾക്ക് HSST പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാം. ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 7000 ആൾക്കാർ കോമ്പീറ്റ് ചെയ്യുന്ന ഈ എക്സാമിൽ ഒരു ടോപ്പ് 50 വരണം, അല്ലെങ്കിൽ ടോപ്പ് 25 വരണം. ജോലി ഉറപ്പാക്കണമെങ്കിൽ അവിടെ വരണമെന്നാണല്ലോ. അപ്പൊ ആദ്യത്തെ 25 എത്തണമെങ്കിൽ നമ്മൾ ശ്രമിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിപ്പെടാനുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു സീരീസ് ആണിത്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് സീരീസിൽ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു 10 ഏരിയ പരിചയപ്പെടുത്തുക എന്നുള്ള, 10 റൈറ്റേഴ്സോ അല്ലെങ്കിൽ 10 വർക്ക്സോ അല്ല, 10 ഏരിയകൾ. അതെങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം ജസ്റ്റ് ഒന്ന് ഡീകോഡ് ചെയ്ത് ഞാൻ പറയാം. നമുക്കിപ്പോ ഏകദേശം ഒരു 10-14 മൊഡ്യൂൾസോളം ഉണ്ട്. എന്തൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളത്, ജസ്റ്റ് ഒരു ഡീകോഡിങ്, വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 1 തൊട്ട് 6 വരെയുള്ള മൊഡ്യൂളിൽ നമുക്ക് ഏകദേശം 52ഓളം, എറൗണ്ട് ആണ് ഞാൻ പറയുന്നത്, എക്സാക്ട് കാൽക്കുലേഷൻ അല്ല, ഏകദേശം ഒരു 52 ടെക്സ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓർത്ത് വെക്കുക, ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന 7ാമത്തെ 8ാമത്തെ മൊഡ്യൂളിൽ ഏകദേശം ഒരു 20 ടെക്സ്റ്റുകളാണ്. അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ 9-10 മൊഡ്യൂളിൽ 18 ടെക്സ്റ്റാണ്. മനസ്സിലായി? അപ്പോ ഇന്ത്യനും അമേരിക്കനും ചേർത്ത് വെച്ചാൽ പോലും നമുക്ക് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ എത്ര ഉണ്ടോ അത്ര എത്തുന്നില്ല. ഓർത്ത് വെക്കുക. സോ ഈ ഇത്രയും ഡീകോഡ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലായി കാണുമല്ലോ, ഒരു സിംഹഭാഗം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയയാണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ. ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ തന്നെ ഇംഗ്ലീഷ് സാഹിത്യവുമായി ബന്ധപ്പെട്ട ഏത് മത്സര പരീക്ഷയിലും നിങ്ങൾ വിക്ടോറിയനും മോഡേണും ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നീട് ലിംഗ്വിസ്റ്റിക്സും ELTയും രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 25ഓളം കോൺസെപ്റ്റുകൾ അവിടെ വരുന്നുണ്ട്. 25ഓളം കോൺസെപ്റ്റുകളാണ്. ഓക്കെ. ദെൻ ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം, അവിടെ ഏകദേശം ഒരു 20 തിയറിസ്റ്റുകൾ അവരുടേതായിട്ടുള്ള എസ്സേസ്, ഇത്രയാണ് വരുന്നത്. പിന്നെ കൾച്ചർ സ്റ്റഡീസിൽ നമുക്ക് 5 മേജർ തിയറിസ്റ്റുകളാണ് വരുന്നത്. ഓക്കെ. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ സ്റ്റഡി യൂണിറ്റ്സ് ഏകദേശം ഒരു 140 വർക്ക്സിന് അടുത്ത് വരും. അപ്പൊ എല്ലാ വിദ്യാർത്ഥികളും പരീക്ഷയുടെ ഈ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്തും ഈ സമയത്തും ലാസ്റ്റ് ലാപ്പിലും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഇത്രയധികം കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്നത്, ഇത്രയധികം ഡേറ്റുകൾ എങ്ങനെ ഓർത്തു വെക്കും, ഇത്രയധികം ഇൻഫർമേഷൻ എങ്ങനെ ഓർത്തു വെക്കുന്നത്. അപ്പൊ എല്ലാവരോടും ഞാൻ പറയാനുള്ളതാണ്, 140 വർക്ക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് പ്രയാസകരമായ കാര്യം തന്നെ ആയിരിക്കും. നമ്മൾ ചില കോംപ്രമൈസുകളൊക്കെ ചെയ്ത് തന്നെയാണ് പലപ്പോഴും ഇത്തരം പരീക്ഷകൾക്ക് തയ്യാറെടുക്കാറുള്ളത്. സോ ആദ്യം മനസ്സിലായല്ലോ. ഇപ്പൊ ഇത്രയും ഡീകോഡ് ചെയ്തതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലായി, 52 ടെക്സ്റ്റുകളുള്ള ബ്രിട്ടീഷ് ലിറ്ററേച്ചർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാനും സാധ്യതയുള്ളത്. ഓക്കെ. അപ്പൊ ഇനി പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് കിടക്കാം. ഞാൻ ഇനി പറയാൻ പോകുന്നത് 10 ഏരിയകളാണ്. ആ ഏരിയകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഏരിയ ഒരു റൈറ്റർ ആയിരിക്കാം, ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു പീരീഡ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഏരിയ ഒരു പീരീഡ് ആക്കി മാറ്റാതെ ഞാൻ ചില ക്ലസ്റ്റേഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്. സോ ഈ ടോപ്പ് 10 ഏരിയാസ് നിങ്ങൾ നോക്കിയിട്ട് പോകണം ഈ പ്രയോറിറ്റിക്ക് അനുസരിച്ച്. നമ്പർ 1, ഒന്നാമത്തെ ഏരിയ എന്ന് പറയുന്ന ഒരു സംശയം വേണ്ട, വില്യം ഷേക്സ്പിയർ തന്നെയാണ്. എത്രയൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോയി, ഇന്നിപ്പോ സിലബസിൽ ആവശ്യമില്ല, ഇന്നിപ്പോ ഷേക്സ്പിയറിയൻ സ്റ്റഡീസ് അല്ല ഏറ്റവും കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്നതൊക്കെ പറഞ്ഞാലും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഹാംലെറ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഹാംലെറ്റ് 12th നൈറ്റ്, സോണറ്റ്സ് കുറെ പഠിക്കാറുണ്ട്. അപ്പോൾ ഷേക്സ്പിയർ തന്നെയാണ് ഒന്നാമത്തെ വ്യക്തി, ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഏരിയ. അത് വില്യം ഷേക്സ്പിയർ തന്നെയാണ്. വൈ? ബിക്കോസ് ഹി ഈസ് ദ മോസ്റ്റ് ആസ്ക്ഡ് ഓഥർ ഇൻ എവരി ഇംഗ്ലീഷ് എക്സാം. ഏതൊരു ഇംഗ്ലീഷ് പരീക്ഷയിലും ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള വ്യക്തി ഷേക്സ്പിയർ തന്നെയാണ്. ഇവിടെയും ഷേക്സ്പിയർ തന്നെയാണ്. സോ 10 ആദ്യത്തെ മികച്ച അല്ലെങ്കിൽ ടോപ്പ് 10 ഏരിയാസ് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നാമത്തത് ഷേക്സ്പിയർ തന്നെയാണ്. ഷേക്സ്പിയർ നിങ്ങൾ നല്ലപോലെ അറിഞ്ഞിരിക്കണം. ഹാംലെറ്റ് എന്ന നാടകം ഉറപ്പായിട്ടും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 12th നൈറ്റ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സോണറ്റ്സ് നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഷേക്സ്പിയറുമായി ബന്ധപ്പെട്ട മാത്രമല്ല, ഷേക്സ്പിയറെ സംബന്ധിക്കുന്ന ഷേക്സ്പിയർ ആൻഡ് എക്സോസ്റ്റ് എന്ന് പറഞ്ഞ ഗ്രീൻബ്ലാറ്റിന്റെ വർക്ക്ഔട്ട്. സോ ഷേക്സ്പിയർ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി നടപ്പുണ്ടല്ലേ. അതുകൊണ്ട് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഷേക്സ്പിയർ തന്നെയാണ്, ഒരു സംശയമില്ല. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള അദ്ദേഹത്തെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പഠിക്കുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്ത് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. ഫേമസ് കോട്ട്സ്, ഈ മൊത്തം സിലബസിൽ ഏറ്റവും കൂടുതൽ കോട്ടുകൾ എടുത്ത് ചോദിക്കാൻ സാധ്യത അതും ഷേക്സ്പിയറിന്റെയാണ്. ദെൻ വി ഹാവ് തീംസ്, അദ്ദേഹത്തിന്റെ എല്ലാ വർക്ക്സിനെയും തീംസ് പഠിക്കുക. ഡ്രമാറ്റിക് ഡിവൈസസ് ആൻഡ് ഓൾസോ ആ കോമഡി വേഴ്സസ് ട്രാജഡി, ആ ഒരു കോൺട്രാസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ വേണം ഷേക്സ്പിയറിൽ നിങ്ങൾ പഠിക്കാൻ.
സോ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് അത് വില്യം ഷേക്സ്പിയർ. ഷേക്സ്പിയറിനെ നല്ല രീതിയിൽ പഠിച്ചു തീർക്കുക. അവസാനത്തെ ലാപ്പിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഷേക്സ്പിയർ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. ഏരിയ നമ്പർ 2, ഓക്കെ, നോട്ട് 3, 2, അത് റൊമാൻറ്റിക് പോയട്രി ക്ലസ്റ്റർ ആണ്. ഓർത്തു വെക്കുക, റൊമാൻറ്റിക് പോയട്രി ക്ലസ്റ്റർ. അപ്പോ റൊമാൻറ്റിക് പോയട്രി ആണ് ഇപ്പൊ ഇതങ്ങ് കിട്ടിയത്. റൊമാൻറ്റിക് പോയട്രി ക്ലസ്റ്റർ ആണ് അടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. കാരണം അവിടെ വേർഡ്സ് വർത്തിന്റെ ഇമ്മോർട്ടാലിറ്റിയോട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, കോൾറിഡ്ജിന്റെ കുബ്ലാ ഖാൻ പഠിക്കാനുണ്ട്, കീറ്റ്സിന്റെ ഓ ടു എ നൈറ്റിംഗേൽ പഠിക്കാനുണ്ട്, ഷെല്ലിയുടെ ഓ ടു ദി വെസ്റ്റ് വിൻഡ് പഠിക്കാനുണ്ട്. സോ റൊമാൻറ്റിക് പോയട്രി ക്ലസ്റ്റർ അത് തന്നെയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഏരിയ. ഓക്കെ, സോ റൊമാൻറ്റിക് പോയട്രി ഈ 4 പേര് ഷുവർ ആയിട്ടും ചോദിക്കാൻ സാധ്യത. ദീസ് ആർ എക്സാം ഫേവറേറ്റ്സ്. വേർഡ്സ് വർത്ത്, കോൾറിഡ്ജ്, ഷെല്ലി, കീറ്റ്സ്, ഇവർ 4 പേരും എക്സാം ഫേവറേറ്റ്സ് ആണ്. നമുക്ക് വേറെ ബൈറോണിയം പഠിക്കാനുണ്ടെങ്കിലും ഇവർ 4 പേരും ഉറപ്പാണ്. അപ്പൊ ഷേക്സ്പിയർ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ അറ്റൻഷൻ പോകേണ്ടത് ഈ റൊമാൻറ്റിക് പോയട്രിയിലേക്കാണ്. മനസ്സിലാക്കുക, രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് അത് റൊമാൻറ്റിക് പോയട്രി തന്നെയാണ്. നെക്സ്റ്റ് വി ഹാവ് വിക്ടോറിയൻ പോയട്രി. റൊമാൻറ്റിക് പോയട്രി കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് അത് വിക്ടോറിയൻ പോയട്രിയാണ്. അപ്പൊ വിക്ടോറിയൻ പോയട്രി വരുമ്പോൾ ശ്രദ്ധിക്കുക, ടെന്നിസൺ, ഡോവർ ബീച്ച്, ബ്രൗണിംഗ്, ടെന്നിസൺ, പിന്നെ ആർണൽഡ്, ഡോവർ ബീച്ച്, ബ്രൗണിംഗ്, ആൻഡ്രേ ഡെൽ സാർട്ടോ, ഹോപ്കിൻസ്, പൈറ്റ്വുഡ്. അപ്പൊ വിക്ടോറിയൻ പോയട്രി നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ഞാനിവിടെ റാങ്ക് ചെയ്തിരിക്കുന്നത് എക്സാം മാർക്ക് സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ഏരിയകൾ ഇതൊക്കെ ബേസ് ചെയ്താണ് ഞാൻ റാങ്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ടെന്നിസൺ, ആർണൽഡ്, ബ്രൗണിങ്ങിനേക്കാൾ ഞാൻ ആദ്യമേ ആർണൽഡിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രയോറിറ്റി വെച്ച് തന്നെയാണ്. അപ്പോൾ ടെന്നിസൺ, ആർണൽഡ്, ബ്രൗണിംഗ്, ഒപ്പം ഹോപ്കിൻസ് വിക്ടോറിയൻ പോയട്രിയിൽ. ഓക്കെ, അപ്പൊ ഈ 4 പേര് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഏരിയ തിരിച്ചു പഠിക്കണം. ഷേക്സ്പിയറിൽ തുടങ്ങി റൊമാൻറ്റിക് പോയട്രിയിൽ വന്ന് പിന്നെ വിക്ടോറിയൻ പോയട്രി, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് അടുത്തത് T.S. എലിയട്ട് ആണ്. അദ്ദേഹത്തിന്റെ രണ്ടും, അതായത് വേസ്റ്റ് ലാൻഡും ട്രഡീഷൻ ഇൻഡിവിജ്വൽ ടാലന്റും ആണ് പ്രധാനമായിട്ട് നിങ്ങൾക്ക് പഠിക്കണം. മേർട്ടന്റെ കത്തീഡ്രലുണ്ട്. പക്ഷേ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിൽ രണ്ടിൽ നിന്നും നിങ്ങൾക്ക് തന്നെ അറിയാം, വേസ്റ്റ് ലാൻഡിൽ വലിയ തർക്കമൊന്നും വേണ്ട, അത് ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ്. വേസ്റ്റ് ലാൻഡിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും. ഒരു 433-34 വരെയുള്ള ഒരു കവിതയാണ് വേസ്റ്റ് ലാൻഡ്. ഒത്തിരി സിംബൽസ്, ഇമേജസ്, ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാൻ. അതുകൊണ്ട് എത്രത്തോളം ആഴത്തിൽ നിങ്ങളത് പഠിക്കുന്നു അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ ട്രഡീഷൻ ഇൻഡിവിജ്വൽ ടാലന്റ്, ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. സോ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. ദെൻ വെർജീനിയ വുൾഫ്. വെർജീനിയ വുൾഫിന്റെ മോഡേൺ ഫിക്ഷൻ, മിസസ് ഡാലവേ, എ റൂം ഓഫ് വൺസ് ഓൺ. അറിയാലോ, മൂന്ന് വർക്ക്സ് ഒക്കെ ഒരാളുടെ പഠിക്കാണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക ആ വ്യക്തി ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. നെക്സ്റ്റ്, സോ ഓർത്ത് വെക്കേണ്ടത് നമ്മൾ വിക്ടോറിയൻ പോയട്രി ക്ലസ്റ്റർ, റൊമാൻറ്റിക് പോയട്രി ക്ലസ്റ്റർ, ഷേക്സ്പിയർ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മോഡേൺ ഏജിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ടല്ലോ. അപ്പോ ഷേക്സ്പിയർ തൊട്ട് റൊമാൻറ്റിക് വരെ അല്ലെങ്കിൽ വിക്ടോറിയൻ വരെ നമുക്ക് ഷേക്സ്പിയർ, റൊമാൻറ്റിക് പോയട്രി, വിക്ടോറിയൻ പോയട്രി, ഇത് 3 ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയകൾ. അത് കഴിഞ്ഞ് മോഡേണിൽ വന്നാൽ ഫസ്റ്റ് അത് T.S. എലിയട്ടും, അത് കഴിഞ്ഞാൽ വെർജീനിയ വുൾഫുമാണ്. നെക്സ്റ്റ് തിയറി ക്ലസ്റ്റർ. ഓക്കെ, തിയറി ക്ലസ്റ്റർ കേട്ടോളൂ ആരൊക്കെയാണ്. ഇത്രയും പേരാണ് തിയറിയിൽ ഇമ്പോർട്ടന്റ്. ഓക്കെ, തിയറിയിൽ നമുക്ക് ഏകദേശം അറിയാലോ 15-ന് പുറത്ത് ആൾക്കാർ നമുക്ക് പഠിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്ര ആൾക്കാരാണ്: അരിസ്റ്റോട്ടിൽ, ഫ്രൈ, ബ്രൂക്സ്, ഷവാൾട്ടർ, ഡെറിഡ, ഫൂക്കോ. അതിൽ ശരിക്കും പറഞ്ഞാൽ ഫൂക്കോയെ ആദ്യമേ പ്ലേസ് ചെയ്താലോ എന്ന് എനിക്കുണ്ട്, എന്നാലും ഞാൻ ഓർഡറിൽ പറയുന്നു മാത്രം. എഡ്വേർഡ് സൈഡ്, ജൂഡിത്ത് ബട്ട്ലർ, സ്റ്റീഫൻ ഗ്ലിഡ്മാൻ, ഇത്ര ആൾക്കാരാണ് തിയറി ക്ലസ്റ്ററിൽ പെടുന്നത്. മനസ്സിലായല്ലോ, ഇത്ര ആൾക്കാരാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. ക്രിറ്റിസിസം എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവർക്കാണ്. സോ ഈ ആ ഒരു പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ പഠിച്ചാൽ അതിന്റെ അർത്ഥം ബാക്കി ആരും ഇമ്പോർട്ടന്റ് അല്ല, അവരെ ഒന്നും പഠിക്കേണ്ടെന്നല്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് ഇവർക്കാണ്, പ്രയോറിറ്റി ഇവർക്ക് നൽകണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ചോംസ്കി ആൻഡ് സിന്റാക്സ്. ലിംഗ്വിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രാധാന്യം, സെഷൂറിനേക്കാൾ കൂടുതൽ പ്രാധാന്യം പരീക്ഷകൾ ചോദിച്ചിട്ടുള്ളത് അത് ചോംസ്കിയാണ്. അപ്പോ ഡീപ് സ്ട്രക്ചർ, സർഫസ് സ്ട്രക്ചർ, TG ട്രാൻസ്ഫോർമേഷൻ ജനറൽ ഗ്രാമർ, ട്രേസ് തിയറി, ഇതെല്ലാം ഗ്യാരണ്ടീഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓർത്തു വെക്കുക, ഇതെല്ലാം ഗ്യാരണ്ടീഡ് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് അമേരിക്കൻ ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ ഇത്രയും പേരാണ് ഇമ്പോർട്ടന്റ്. അമേരിക്കൻ ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ ഇത്രയും ആൾക്കാരാണ്: വാൾട്ട് വിറ്റ്മാൻ, എമിലി ഡിക്കൻസൺ, റോബർട്ട് ഫ്രോസ്റ്റ്, ടെന്നസി വില്യംസ്, ആർതർ മില്ലർ. അതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, യൂജീൻ ഒണീലിനെ മാറ്റി ഞാനിവിടെ ആർതർ മില്ലറിനെ ഇട്ടത്. അദ്ദേഹം അത് നോൺ ഡീറ്റെയിൽഡ് ആണെങ്കിൽ പോലും അത് MCQs വരാൻ സാധ്യതയുള്ള ഏരിയ.
അത് പരീക്ഷ വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതുകൊണ്ട് പറയുന്നതാണ്. ഇത്ര ആൾക്കാരാണ് നിങ്ങൾ അമേരിക്കൻ ലിറ്ററേച്ചറിൽ അറിഞ്ഞു വെച്ചിരിക്കുന്നത്. റോബർട്ട് ഫോസ്റ്റർ 4 തവണ പുലിത്സർ കിട്ടിയ വ്യക്തി ആയതുകൊണ്ട് തന്നെ ഓർത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, അമേരിക്കൻ ലിറ്ററേച്ചറിൽ ഇത്ര ആൾക്കാരെയാണ് നിങ്ങൾക്ക് പഠിക്കാവുന്നത്. പ്രധാനമായിട്ട് ഇവർക്ക് വേണം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. 10ാമത്തെ ഏരിയ എന്ന് പറയുന്നത് അറിയാലോ, അത് ഇന്ത്യൻ ലിറ്ററേച്ചർ ആണ്. ഇത്രയും പേരാണ് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ പ്രാധാന്യം അറിയിക്കുന്നത്. ടാഗോറിൽ പ്രധാനമായിട്ട് വരുന്നത് തീംസ്, ആ നോബൽ സമ്മാനം, പിന്നെ അദ്ദേഹത്തിന്റെ വർക്ക്സിന്റെ സിംബോളിസം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, എപ്പോഴും ചോദിച്ച് കാണുന്നത്. കമലദാസിൽ വരുമ്പോഴത്തേക്ക് വെരി ഫ്രീക്വന്റ്ലി ആസ്ഡ് ആയിട്ടൊരു പോയറ്റ് ആണ് കമലദാസ്. AK രാമാനുജനും ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള വ്യക്തിയാണ്. കർണാട്, വൺ ഓഫ് ദ മോസ്റ്റ് ലൈക്ലി ഡ്രാമ ക്വസ്റ്റ്യൻസ്, നാടകവുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്ത്യൻ ഡ്രാമയുമായി ബന്ധപ്പെട്ട് ചോദ്യം വരാൻ ഏറ്റവും സാധ്യതയുള്ളത് അത് ഗിരീഷ് കർണാട് തന്നെയാണ്. പിന്നെ ദത്താനി, ഫ്രീക്വന്റ്ലി ആസ്ഡ് കോണ്ടംപററി ഇന്ത്യൻ ഡ്രാമ. പിന്നെ നോവലിസ്റ്റുകളിലേക്ക് വരുമ്പോൾ അരുന്ധതി റോയും സൽമാൻ റഷ്ദിയാണ്. ഓക്കെ, അപ്പൊ ഏകദേശം ഏരിയകളെല്ലാം പിടികിട്ടിയിട്ടുള്ളൂ. ടോപ്പ് 10 ഏരിയാസിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോ ഇവിടെ അതോടൊപ്പം ഒരു ഏരിയയും കൂടെ ഉണ്ട്, അത് ജോൺ മിൽട്ടൺ ആണ്. ഏരിയ 10 അത് ജോൺ മിൽട്ടൺ ആണ്. ജോൺ മിൽട്ടണിലേക്ക് വരുമ്പോൾ ലിസറസ്, അതുപോലെ ലിസറസിന്റെ പാസ്റ്ററൽ കൺവെൻഷൻസ്, ആ പ്രൊസഷൻ ഓഫ് മോണേഴ്സ്, അവരെ കാര്യങ്ങൾ ഓർത്തു വെക്കുക. പാരഡൈസ് ലോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നിങ്ങൾ പാരഡൈസ് ലോസ്റ്റ് 9ാമത്തെ പുസ്തകം ഒരു തവണ വായിച്ചിരിക്കുകയും വേണം. അതിനകത്തുള്ള ആ വാഗ്വാദങ്ങൾ, ആഡോ ഈവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ഈവും സൈറ്റനും തമ്മിലുള്ള കോൺവെർസേഷൻസ്, പിന്നെ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്, നിങ്ങൾ ഒരു തവണ വായിച്ചാൽ അത് കിട്ടാവുന്നേ ഉള്ളൂ, വലിയ പ്രയാസമില്ല. ഓക്കെ, അപ്പൊ 10 ഏരിയകൾ ഞാൻ പരിചയപ്പെടുത്തി, ടോപ്പ് 10 ഏരിയാസ്. ഈ 10 ഏരിയ, അതിൽ തന്നെ ചില ക്ലസ്റ്റേഴ്സ് ആണ് ഞാൻ രൂപീകരിച്ചിരിക്കുന്നത്. തിയറി ക്ലസ്റ്റർ, പിന്നെ റൊമാൻറ്റിക് പോയട്രി ക്ലസ്റ്റർ, വിക്ടോറിയൻ പോയട്രി ക്ലസ്റ്റർ, പിന്നെ ഇന്ത്യൻ ലിറ്ററേച്ചർ, അമേരിക്കൻ ലിറ്ററേച്ചർ. അതിലെ പ്രധാനപ്പെട്ട ഏരിയകൾ അതിനകത്ത് വരുന്ന ആൾക്കാരായിരിക്കാം. അതായത് നിങ്ങൾ ഇതിനകത്ത് എങ്ങനെയാണ് മെത്തേഡ് അനുസരിച്ച് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഷേക്സ്പിയർ പഠിക്കുന്നു, മിൽട്ടൺ പഠിക്കുന്നു, പിന്നെ വിക്ടോറിയൻ പോയട്രി എന്ന മേഖല ഇതെടുക്കുമ്പോൾ, ആ ഏരിയ എടുക്കുമ്പോൾ ഈ 4 പേരുടെ വർക്ക്സ് ആദ്യം പഠിച്ചു തീർക്കുക. റൊമാൻറ്റിക് പോയട്രിയിൽ ഈ പറഞ്ഞ 4 പേരുടെ വർക്ക്സ് ആദ്യം പഠിച്ചു തീർക്കുക. തിയറി പഠിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്ര ആൾക്കാരെ ആദ്യം പഠിച്ചു തീർക്കുക, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു തീർക്കുക, അത്രയേ ഉള്ളൂ. പിന്നീട് നോൺ ഡീറ്റെയിൽഡുമായി ബന്ധപ്പെട്ട് ഞാനൊരു സെപ്പറേറ്റ് ക്ലാസ്സിൽ തന്നെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ ഞാനിതൊന്ന് പരാമർശിച്ചു പോവാം. നോൺ ഡീറ്റെയിൽഡിൽ സമ്മറീസ് മാത്രം പഠിക്കേണ്ട ഏരിയാസ്. ഓക്കെ, നോൺ ഡീറ്റെയിൽഡ് എന്നല്ല, മൊത്തത്തിൽ സമ്മറികൾ മാത്രം. എന്നാൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ളത് സമ്മറീസ് മാത്രം പക്ഷെ ഇതിനെ പഠിച്ചാൽ മതി എന്ന് പറയുന്ന ഏരിയകൾ ഇതൊക്കെയാണ്: ബിയോവുൾഫ്, ബാലറ്റ്സ്, ഉട്ടോപ്യ, പമേല, റോബിൻസൺ ക്രൂസോ, ഇവാൻഹോ, മാൻസ്ഫീൽഡ് പാർക്ക്, ടോപ്പ് ഗേൾസ്, മോബി ഡിക്ക്. ഇതിന്റെ സമ്മറീസ് മാത്രം വായിച്ചാൽ മതി. അതിനർത്ഥം ഇത് നിങ്ങൾ ഒരുപാട് സമയമെടുത്ത്, അതായത് ഇവിടെ നിന്നൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്, പക്ഷെ ഒരു സമ്മറി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിനർത്ഥം. മനസ്സിലായി? ഒരു സമ്മറി പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒപ്പം തന്നെ ഓൾഡ് മാനർസി അതുപോലെ തന്നെയാണ്. ഒരു സമ്മറി വായിച്ചാൽ നിങ്ങൾക്ക് അതിനകത്ത് ചില ചോദ്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോ സമ്മറി വായിച്ച് നിങ്ങൾക്ക് ചോദ്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ്. അപ്പൊ ഇതിന്റെ സമ്മറീസ് മാത്രം വായിച്ചു പോവുക. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ബിയോവുൾഫിന് വേണ്ടി നിങ്ങൾ ഒരുപാട് സമയം അതിനകത്ത് എന്താ പറയാ ഇറങ്ങി ചെന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ നിൽക്കരുത്. സമ്മറീസ് വായിച്ചു വിടുക. ബാലൻസ്, ഉട്ടോപ്പി അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാതിരിക്കുക. സമ്മറി വായിച്ചു വിടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ. ഓക്കെ, സോ ഇതോടുകൂടി റോഡ് ടു റാങ്ക് ലിസ്റ്റിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ ഞാൻ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ടോപ്പ് 10 ഏരിയാസ് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമായിരുന്നു. നിങ്ങളുടെ അവസാനത്തെ ലാപ്പിൽ നിങ്ങളുടെ ഓട്ടം കുറച്ചൊന്ന് നിങ്ങൾക്കൊരു പ്രയോറിറ്റി നിശ്ചയിക്കാൻ, ആ രീതിയിൽ നിങ്ങളൊന്ന് സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത്. ഇതുപോലെ നോൺ ഡീറ്റെയിൽ ടെക്സ്റ്റുകളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം ഞാൻ ഇതുപോലെ വേറൊരു ക്ലാസ്സിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇപ്പോൾ HSST ലാസ്റ്റ് ലാപ്പിൽ നിങ്ങൾ ഇങ്ങനെ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ഞങ്ങളത് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം. നിങ്ങൾക്ക് അത്തരം ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റുകളിലൂടെ നിങ്ങളത് അറിയിച്ചാൽ മതി. ഒരു വീഡിയോ ആയിട്ട് ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം ഇത്തരം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.